ശരി, ഇപ്പൊ ശരിയായി. ഇപ്പൊ കറക്കുന്നൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. ആട്ടോ ബ്രൈറ്റ്നസ് ഓൺ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോ കാര്യം ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുവരെ ഇവരാരെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ തയ്യാറായി വന്നോ? ഇല്ല. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം, ഇവര് തന്നെ പറയണം. ഈ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ ഇല്ലെന്ന് ഇങ്ങനെ അറിയാന്നൊക്കെ ഇവര് ചിലപ്പോ ചോദിക്കും. ശരി, ഇനി ഉസ്താദുമാര് പറയട്ടെ, നമുക്കതൊന്ന് കേൾക്കാം. ഐഡിയ റെഫ്യൂജികളെ, അഭയാർത്ഥികളെ സംരക്ഷിക്കാൻ വേണ്ടി ജർമ്മനി വഹാബികളെ അടിച്ചൊതുക്കുന്നു. ശ്രദ്ധിക്കണേ. നേരത്തെ ഞാൻ പറഞ്ഞു, ജർമ്മനി cracks down on Salafists to shield the refugees. റെഫ്യൂജികളെ, അഭയാർത്ഥികളെ സംരക്ഷിക്കാൻ വേണ്ടി ജർമ്മനി വഹാബികളെ അടിച്ചൊതുക്കുന്നു. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞല്ലോ. എന്ത്? ആർക്കും ജർമ്മനിയിൽ വരാം, ആര് പറ്റൂല, വഹാബി പറ്റൂല. എന്തുകൊണ്ട്? അതൊന്നാമതാണ്. കാര്യം മനസ്സിലായില്ലേ? എവിടെ പോയാലും ഇതുപോലെയുള്ള ബലാത്സംഗവും ലിംഗചിന്തകളും യോനി ചിന്തകളും നബിയുടെ സുന്നത്തുമൊക്കെ എടുക്കാൻ ശ്രമിച്ചാൽ അവര് പിന്നെ ചവിട്ടി പുറത്താക്കാതിരിക്കുമോ? ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഉയർന്ന മൂല്യബോധമുള്ള ആളുകളാണ്. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, പൊതുബോധമുണ്ട്. സർവോപരി ഇസ്ലാമിൽ നിന്നും വിഭിന്നമായി അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ ഒരു വകതിരിവ് അവർക്കുണ്ട്. അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ മതപ്രകാരം ഞങ്ങൾക്ക് 14-കാരിയെ ചെയ്യാം, ഞങ്ങളുടെ രാജ്യത്തിത് മതനിയമമാണ്, ഇത് നിയമാനുസൃതമാണ് എന്ന് പറഞ്ഞ് ലണ്ടനിലേക്ക് ചെന്ന് കയറിയ ഒരു കാക്ക കയറി പിടിച്ചതുപോലെ ഇരിക്കും. ചെറിയ പൈതലുകളെ പോലും മുഖത്ത് നമ്മളാരും ചുംബിക്കാറില്ല. നമ്മൾ കുഞ്ഞിന്റെ കയ്യോ അതല്ലെങ്കിൽ കാലിന്റെ വെള്ളയോ ഒക്കെ പിടിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ ചുംബിക്കുക. കാരണം നമ്മുടെ ബാക്ടീരിയ പോലും കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് വരരുത് എന്നുള്ളത് കൊണ്ട് ചെറിയ പൈതലുകളെ നമ്മൾ അങ്ങനെയാ ചെയ്യുക. ആ സമയത്താണ് നമ്മുടെ നബി അണ്ണൻ കുഞ്ഞുങ്ങളുടെ തുണി മാറ്റിയിട്ട് ലിംഗമെടുത്ത് വായിലിടുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടാൽ വെളി ശകലം കൂടി വന്നാൽ ഇപ്പം മുട്ടിലെഴുതി വന്ന് എഴുന്നേറ്റ് നിൽക്കട, ഞാനങ്ങോട്ട് കെട്ടിക്കോളാം. തന്നെയുമല്ല, ആയിഷയുടെ തുണികൾ പറക്കിയിട്ടിട്ട് ചാന്തുപൊട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്ന നബി, എന്തു നിങ്ങളീ പറയുന്നേ? മാനവരിൽ മഹോന്നതനാണ്, ഞങ്ങൾ അങ്ങോട്ട് സമ്മതിച്ചു പോരെ. അപ്പൊ ജർമ്മനി, നമ്മുടെ റഹ്മത്തുല്ലാ കാസിമി മൂത്തേടം പറയുന്നത് മുജാഹിദുകളെ മാത്രം ജർമ്മനി ചവിട്ടി പുറത്താക്കുന്നു എന്നാ. അല്ല കാക്ക, ഒരൊറ്റ മുറിയനും ഇനി ജർമ്മനിയിൽ വേണ്ട എന്ന് ജർമ്മനി തീരുമാനിക്കാനുള്ള കാരണം ഇത്തരം കൊള്ളയും കൊലയും ബലാത്സംഗവും ശിശുപീഡനവും ശവപീഡനവും ശവഭോഗം പിന്നെ മൃഗഭോഗം ഇതൊക്കെ അവിടെ എടുത്തുകൊണ്ട് പോയാൽ പിന്നെ അവരെന്തോ ചെയ്യും? അവര് എടുത്ത് പുറത്താക്കത്തില്ല. പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ ഇതാണ് സംഭവിച്ചത്. ശരി, റെഫ്യൂജികൾ ഒട്ടോമൻ യൂറോപ്പിൽ ഇത്ര നല്ലൊരു യൂറോപ്പിൽ ഇത്ര ഇത് ന്യൂയോർക്ക് ടൈംസിലെ ലേഖനമാണ്. വഹാബികളെ ജർമ്മനിക്ക് എത്തുന്നില്ല. എന്തുകൊണ്ട്? വഹാബികൾ വന്നാൽ പിന്നെ പാവപ്പെട്ട അഭയാർത്ഥികൾക്ക് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല. മാത്രമല്ല, രാജ്യത്തിലെ മറ്റു ജനങ്ങൾക്ക് പ്രയാസമാണ്, മറ്റു മതക്കാർക്കും. എല്ലാ മതങ്ങളും തിങ്ങി താമസിക്കുന്ന രാജ്യമാണ് ജർമ്മനി. ഒരു നല്ല നാടാണ് ജർമ്മനി. യൂറോപ്പിൽ ഇത്ര നല്ലൊരു നാട് വേറെ ഉണ്ടാവില്ല ജർമ്മനിയെ പോലെ. എല്ലാ രാജ്യങ്ങളെയും മതങ്ങളെയും സന്തോഷപൂർവ്വം സ്വീകരിച്ച രാജ്യമാണ് ജർമ്മനി. അഡോൾഫ് ഹിറ്റ്ലർ വന്നപ്പോൾ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സത്യത്തിൽ യഥാർത്ഥ ജർമ്മൻ മനസ്സ് എല്ലാവരോടും യോജിക്കുന്ന ഒരു മനസ്സ്. എന്താ ലേഖനത്തിൽ പറയുന്നത്? ജർമ്മനിയിലെ മുസ്ലിങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് ആയിരക്കണക്കിന് മുസ്ലിം വാസ്തുശില്പ കലാകാരന്മാരും ഈ പള്ളി വീടൊക്കെ ഒത്തുപണിയൊക്കെ നടത്തുന്നവരാണ്. തുർക്കിയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവരങ്ങനെ കയറി, അങ്ങനെയാണ് ജർമ്മനിയിൽ ഇഷ്ടം പോലെ ഇസ്ലാം വ്യാപിച്ചത്.
ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് ആയിരക്കണക്കിന് മുസ്ലിം വാസ്തുശില്പ കലാകാരന്മാരും നെയ്ത്തുകാരും ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങളും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം എല്ലാ കാലത്തും ഏറെ ഊഷ്മളമാണ്. സിറിയയിലും ഇറാഖിലും നടന്ന ആഭ്യന്തര യുദ്ധത്തിൽ യൂറോപ്പിലേക്ക് വന്ന അഭയാർത്ഥികളിൽ സിംഹഭാഗത്തെയും സ്വീകരിച്ചത് ജർമ്മനിയാണ്. സത്യം സത്യം സത്യം. അല്ലാഹു അങ്ങനെ രാജ്യത്തിന് വലിയ കരുത്ത് കൊടുക്കട്ടെ. അഭയാർത്ഥികൾ സ്വീകരിക്കുന്ന രാജ്യത്തൊക്കെ വലിയ സത്യം തന്നെയല്ലേ. അതേപോലത്തെ രാജ്യമാണ് കാനഡ. കാനഡയിലേക്ക് അഭയാർത്ഥികൾ, സിറിയൻ അഭയാർത്ഥികൾ വന്നപ്പോൾ കാനഡയുടെ പ്രധാനമന്ത്രി, കനേഡിയൻ പ്രധാനമന്ത്രി എയർപോർട്ട് ഏതെങ്കിലും ഖത്തറോ തുർക്കിയോ ഇറാനോ ഇറാഖോ അങ്ങനെ ഏതെങ്കിലും രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടോ അഭയാർത്ഥികളെ സ്വീകരിച്ചതായിട്ട്? എന്തേ? ഇസ്ലാമിക രാജ്യങ്ങളിൽ മതം പിടിമുറുക്കുമ്പോൾ അവിടെ നിന്ന് പുറത്താകുന്നത് ആരാ? ഞമ്മന്റെ ആളുകൾ. എന്നിട്ട് എന്തേ ഇസ്ലാമിക രാജ്യം ഇവർക്ക് അഭയം കൊടുക്കാതിരിക്കുന്നത്? അതിന് നിങ്ങൾക്ക് യൂറോപ്യന്മാരെയൊക്കെ വേണം അല്ലേ? അവിടെ നമുക്ക് ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും ബഹുദൈവ വിശ്വാസികളുടെയും പ്രശ്നമൊന്നും വരുന്നില്ല. ശരി, വന്നിട്ടാണ് ആദ്യത്തെ സംഘത്തെ സ്വീകരിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതൊക്കെ തന്നെയല്ലേ. ആര് മരിച്ചാൽ എന്താ? ഏത് മതക്കാരൻ? മനുഷ്യത്തല്ലേ വേണ്ടത്. ഏത് മതം, ഏത് ജാതി മരിച്ചാൽ എന്ത് മനുഷ്യന്മാര് അല്ലേ? ആര് മരിച്ചു, എന്ത് മരിച്ചു? മനുഷ്യത്തല്ലേ പോലെ. സ്വന്തം മതം മരിക്കണം എന്നുള്ള വാശി തുടങ്ങിയത് ഈ വഹാബികൾ വന്നിട്ടല്ലേ. എന്ത് പ്രശ്നം? ഏത് പ്രശ്നം? എന്ത് ശരിയാണ്. ഈ വഹാബി പ്രസ്ഥാനങ്ങൾ, മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും പോലെയുള്ള സംഘടനകൾ കേരളത്തിൽ നിലയുറപ്പിച്ചതിന് ശേഷമാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അങ്ങനെയാണ് മുസ്ലിങ്ങളിലേക്ക് ഈ ആശയം ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണ് മുസ്ലിങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെ ഫസൽ ഗഫൂറിനെ പോലെയുള്ളവരൊക്കെ വിളിച്ചു കൂവിയത് ഓർമ്മയില്ലേ? നമ്മൾ എല്ലാവരും പോപ്പുലർ ഫ്രണ്ട് പോലെ ഒരൊറ്റ സംഘടനയുടെ കീഴിൽ നിൽക്കണം, പ്രാദേശിക സംഘടനകളുടെ കീഴിൽ. അങ്ങനെയാണെങ്കിൽ ആ സംഘടനകൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ പറ്റുമോ? അദ്ദേഹം ചോദിച്ചത് കേട്ടില്ലേ? ഏത് മതക്കാരൻ ഭരിച്ചാൽ എന്താ, ഏത് ജാതി ഭരിച്ചാൽ എന്താ പ്രശ്നം? ഇസ്ലാമിക ഭരണാധികാരികൾ തന്നെ ഭരിക്കണമെന്ന ആശയം മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവന്നത് സത്യമാത്. വെള്ളിയാഴ്ച തോറും സാമൂതിരി രാജാവിനെ ദുആ ചെയ്ത മുസ്ലിങ്ങൾ നാടാണിത്. വെള്ളിയാഴ്ച ദ്വാരക്ക മാനവിക്രമൻ രാജാവിന്. അങ്ങനത്തെ രാജാക്കന്മാർക്ക് ദ്വാരക്ക എവിടുന്ന്? പള്ളിന്ന്. രാജാവിന് ആരോഗ്യം കൊടുക്ക്, രാജാവിന് ആയുസ് നീട്ടി കൊടുക്ക്. പള്ളി ദ്വാരക്കുന്ന നാടാണിത്. എന്ത്? ആര് ഭരിച്ചാലെന്ത്? നമ്മൾ ഇവിടെ ഭരിക്കാൻ വന്നല്ലോ. നമ്മൾ അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, അവിടേക്ക് രക്ഷപ്പെടാൻ വന്നല്ലേ. സിറിയയിലും ഇറാഖിൽ ആഭ്യന്തര സിംഹഭാഗത്തെയും സ്വീകരിച്ച ജർമ്മനിയാണ്. എന്നാൽ ഈ മുസ്ലിങ്ങൾക്കിടയിൽ ഭീകരവാദത്തിനും വിദ്വേഷത്തിനും വിത്തുപാകുകയാണ് വഹാബികൾ. ഇതിൽ കീറമാറാപ്പാണ് ജർമ്മനിയിലും. ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖന. വഹാബി സംഘടനകൾ മുസ്ലിം യുവാക്കളെ ഭീകരവാദത്തിന് പ്രേരിപ്പിച്ചതായിട്ടുള്ള 400-ലേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ജർമ്മനിയിലെ ആഭ്യന്തരമന്ത്രിയായ ബോറിസ് പിസ്റ്റോറസ് പറഞ്ഞു. ചിന്തിക്കണം. ഒരു നാട്ടിലേക്ക് ചെല്ലുക, എന്നിട്ട് ആ നാട്ടിൽ അഭയം കൊടുക്കാം, എന്നിട്ട് ആ നാട്ടിലെ ജനങ്ങളെ ഭീകരവാദത്തിന് പ്രേരിപ്പിക്കാം. അങ്ങനത്തെ 400 കേസ് ഉണ്ടായി. അതുകൊണ്ട് പറഞ്ഞു ആ സാധനം, ആ മാറാപ്പിന് ഇങ്ങോട്ട് കയറരുത്. എത്ര മുസ്ലിമീങ്ങൾ വന്നാലും വേണ്ടില്ല, വഹാബികൾ സ്വീകരിക്കുക. എങ്ങനെയുണ്ട് ലോകത്തിൽ? ഈ റഹ്മത്തുള്ള കാസിമി മൂത്തേടനുണ്ടല്ലോ, ചില സന്ദർഭങ്ങളില് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ഒരു സംഘടനാ മേധാവിയെയും നോക്കാതെ അദ്ദേഹം തുറന്നു പറയും, വിളിച്ചു പറയാറുണ്ട്. അതുകൊണ്ട് നമുക്കാരെയും കണ്ണടച്ചെതിർക്കേണ്ട കാര്യമില്ല. നമ്മൾ എതിർക്കുന്നത് ആശയങ്ങളെ മാത്രമാണ്. ഇനിയിപ്പോ അവര് നല്ല ആശയങ്ങൾ, നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ആശയങ്ങളാണ് പറയുന്നതെങ്കിൽ നമ്മളത് അംഗീകരിക്കും. നമുക്കൊരാളെ കണ്ണടച്ചിട്ട് അവരെ ഇഷ്ടമില്ല, അവരോട് വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞ് അവര് പറയുന്ന എല്ലാത്തിനെയും കണ്ണടച്ച് എതിർക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരു രീതി അല്ല യുക്തിവാദം. ആര് പറഞ്ഞാലും ശരി, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ വസ്തുനിഷ്ഠമായി നമ്മൾ ആശയങ്ങളെ അംഗീകരിക്കും. ആശയപരമായിട്ടുള്ള യോജിപ്പുകളും വിയോജിപ്പുകളുമാണ് നമുക്ക് വേണ്ടത്. ഏതൊന്നിനെയും